വെൽക്കം ടു ആനീസ് കിച്ചൺ ആൻഡ് യു ആർ വാച്ചിങ് ആനീസ് കിച്ചൺ വിത്ത് ആനി. ഇന്ന് ഇത്ര കളർഫുൾ ആയിട്ട് നിന്നിട്ട് ഒരു നോൺ വെജ് ചെയ്യാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് പറയും അല്ലാന്ന്. ഇന്നൊരു സ്പെഷ്യൽ സാധനമാണ് ചെയ്യുന്നത്. ഇതെന്തറിയോ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പക്ഷെ ഒരു ചെറിയ ചേഞ്ച് വരുത്തുന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയത്തില്ലേ എന്നാ, വെജിറ്റേറിയൻ സമയത്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ കറികളിനകത്തോട്ട് പനീർ അങ്ങനെ ഇട്ട ഒരു ഇഷ്ടം നമുക്ക് ഉണ്ടാവത്തില്ല. അതല്ല, കുറച്ച് നോർത്ത് ഇന്ത്യൻ ഗ്രേവിയിൽ പനീറോ, അതപ്പോൾ അവർ ചിക്കൻ കറി വെച്ചാലും പ്രശ്നമില്ല. ചിക്കൻ ആ ഗ്രേവി മാത്രം, ചിക്കൻ ഞാൻ പറഞ്ഞില്ല, ചിക്കൻ കറിയുടെ ഗ്രേവി മാത്രം, ചിക്കൻ ഇട്ടിട്ടുള്ള ഗ്രേവി അല്ല, അല്ലാതെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ അകത്ത് നമ്മൾ പനീറോ ടോഫുവോ കോളിഫ്ലവറോ നമുക്ക് ഇഷ്ടമുള്ള എന്നാന്ന് വെച്ചാൽ അത്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്നാന്നറിയാവോ, വെജ് കീമ മസാലയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കീമ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊത്തി ഇറച്ചിയാ. അപ്പൊ ഈ പറഞ്ഞ പോലെ വെജ് ആണെങ്കിൽ കൊത്തി ഇറച്ചി ഇടാൻ ഒക്കത്തില്ല. സോയ ഇസ് എ ഗുഡ് ഓപ്ഷൻ, അതായത് ഇറച്ചിക്ക് പകരം സോയ ഇടാം. പക്ഷെ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സോയ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ ഇപ്പം മാക്സിമം പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത്. മാക്സിമം പച്ചക്കറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഏതൊക്കെയാണോ അതെല്ലാം ഇടാം. ഇത് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ ഐറ്റം ഉണ്ട് ഇതിനകത്ത്. പച്ചക്കറി കുറയ്ക്കേണ്ട ആൾക്കാർക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുറയ്ക്കാം. ഇപ്പൊ ഫസ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് കുറച്ച് പട്ട എന്ന് പറയുമ്പോൾ ഒരു ഇല ഇടത്തുള്ളൂ. പിന്നെ വേണ്ടിയത് 2-3 ഏലക്ക, പിന്നെ വേണ്ടിയത് ഒരു 2-3 ഗ്രാമ്പു, കുറച്ച് പട്ടയുടെ ഇലയും പട്ടയും വേണം. ഇത് കുറച്ച് തൈര, ഒത്തിരി വേണ്ട, ഒരു ഇച്ചിരി മതിയാവും. ഇത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ്. പിന്നെ ഇത് എന്നാന്ന് വെച്ചാൽ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചതച്ചെടുത്തേച്ചാൽ മതി. ഇത് കണ്ടോ, ക്യാരറ്റ് അങ്ങ് കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. ഇതിനെന്നാ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞ എന്നാന്ന് വെച്ചാൽ കീമ ബേസിക്കലി നമ്മൾ ഇങ്ങനെയല്ലേ കിട്ടുന്നത്, അതുകൊണ്ട് ആ ഒരു ഷേപ്പ് എടുത്തന്നേ ഉള്ളൂ. ഇത് കുറച്ച് മഷ്റൂം മേടിച്ച് അരിഞ്ഞതാ. പിന്നെ വേണ്ടിയത് ഒരു തക്കാളി, ഒരുപാട് വെജിറ്റബിൾ ആയാലും നമുക്ക് പിടിക്കുകയല്ല, അതുകൊണ്ട് ഒരു തക്കാളി എടുത്തു. ഒരു സവാള. പിന്നെ ഇതെന്നാന്നറിയോ, കുറച്ച് പനീർ കുഞ്ഞായിട്ട് അരിഞ്ഞേച്ച് വറുത്ത് കോരിയേക്കുക. ഇത് കുറച്ച് ഉരുളക്കിഴങ്ങ, ഇതും കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്. ഇതൊന്നും പ്രത്യേകം വേവിക്കേണ്ട കാര്യമില്ല. പിന്നെ വേണ്ടിയ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി. ഇത് കുറച്ച് ഗ്രീൻ പീസ് ആണ്, ഫ്രോസൺ ആവാം, അതല്ല നമ്മൾ ഉണങ്ങി വെച്ചിരിക്കുന്നത്, ഏതായാലും നമ്മുടെ കയ്യിൽ ഏതാ കിട്ടുന്നതെന്ന് വെച്ചാൽ അത്. ഇത് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ചീസ്, ഇത് ഗരം മസാല, കുറച്ച് മല്ലിയില, ഇത് കുറച്ച് ഫ്രഷ് ക്രീം. ഇത്രയും സാധനമാ നമ്മുടെ വെജ് കീമ മസാലയ്ക്ക് വേണ്ടത്. ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കുവാന്നു എങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ മസാല അഥവാ ബാക്കി വന്നാലും നമുക്ക് ഉണ്ടാക്കാൻ നോക്കും. അതിൻ്റെ രീതിയും ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് അടുപ്പൊന്ന് കത്തിച്ച് നമ്മുടെ എണ്ണ, ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇനി വെജിറ്റബിൾ ഓയിലാ, ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി എണ്ണ ഒഴിക്കുക. ഓക്കെ, ഇതിനകത്തോട്ട് നമ്മൾ ഓരോ സ്പൈസസ് ആയിട്ട് ഇട്ടു. പെട്ടെന്ന് ചൂടാവും, ഈ ചട്ടിയും ഭയങ്കര പെട്ടെന്ന് ചൂടാവുന്നതുകൊണ്ടാ. എന്തറിയോ, നമ്മുടെ പാചകത്തിന് ഏറ്റവും കംഫർട്ടായി ചട്ടി, അപ്പം അതുകൊണ്ട് ഇച്ചിരി കനം ഉള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ഇത് എടുക്കുന്നത്, എളുപ്പമാവും എല്ലാം. പട്ട ഇട്ടു, പട്ടയുടെ ഇല ഇട്ടു. ഒരു 1 2 3 4 ഏലക്കായ ഇട്ടു. ഒരു 2 4 5 ഗ്രാമ്പു ഇട്ടു. ഒരു ചെറിയൊരു കഷ്ണം പട്ട ഇട്ടു. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനകത്തോട്ട് ഇടുക. ഈ ഉണ്ടാക്കുന്ന വെജ് കീമയ്ക്ക് അധികം സമയം ഒന്നും എടുക്കുകയില്ല, വേഗമാകും. ഈ വെജിറ്റബിൾ കറിയിൽ നമ്മൾ എപ്പോൾ ചെയ്യുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പം ഞാനത് പറയാൻ വേണ്ടി തന്നെയാണ് ഇതെടുത്തേ. കാരണം ഇത് ഞാൻ വെളിയിൽ നിന്ന് മേടിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. വെജ് ചെയ്യുമ്പോൾ ഇറച്ചി ഇടുന്നതിൻ്റെ അത്രയും നമ്മൾ ഇത് ഇടരുത്. ഇതൊരു 1/2 ടീസ്പൂൺ മൊത്തത്തിൽ ഇട്ടാൽ മതി. ഇതിന് ബേസിക്കലി ഒരു കുത്തലുണ്ട്, അപ്പോൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. അതല്ല, ഏറ്റവും നല്ലത് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മുടെ വീട്ടിൽ തന്നെ ചതച്ചെടുത്തിട്ട് അതിന്റെ ശകലം ഇടുന്നതാ ഏറ്റവും നല്ല ഫ്ലേവറും രുചി. ഇതിന്റെ ഒരു ഇച്ചിരി വാടി തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ പച്ചമുളക്
ഒരു ശകലം ഇടാവേ. പച്ചമുളകിന്റെ എരിവ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. 1 സ്പൂണേ ഇടുന്നുള്ളൂ. കറിയിനകത്ത് മുളക് പൊടിയൊക്കെ ഇടുന്നുണ്ട്. ഇതൊരു ഇച്ചിരി വാടണം. ബാക്കി പച്ചക്കറി ഒന്നും ഒത്തിരി അങ്ങ് ആയില്ലേലും അത് പോകെ അങ്ങ് വെന്തോളും. പക്ഷെ ഉള്ളി മാത്രം ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇച്ചിരി വാട്ടിയേച്ച്, അല്ലെങ്കിൽ ആ ഉള്ളിയുടെ വേവ് ഒന്ന് കറക്റ്റായിട്ട് മാത്രമേ അടുത്തത് ചേർക്കാവുള്ളൂ. ഇതിന്റെ കൂടെ ഞാൻ ബാക്കി വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ചേർക്കുക. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ കുറച്ച് ക്യാരറ്റ്, അതിന്റെ കൂടെ കുറച്ച് മഷ്റൂം, ഒരു ഇച്ചിരി കൂടുതൽ ഇട്ടോ. കാര്യം എന്നാന്നറിയാവോ, അതൊന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വെള്ളമെല്ലാം വെളിയിൽ പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ചുരുങ്ങും. അപ്പൊ നമ്മൾ ഇടുന്ന ക്വാണ്ടിറ്റി അതിന് കിട്ടുകയല്ല. പിന്നെ എന്തിനല്ലേ ഇത്രയും ക്യാരറ്റ് ആയിട്ട് വെച്ചേക്കുന്നേ, അതുകൂടെ ഇടാം. ഇതൊരു ഇച്ചിരി ആയി കഴിയുമ്പോഴത്തേക്ക് ഇത് അരിഞ്ഞു വെച്ചേക്കുന്ന നമുക്ക് ഏകദേശം ഉരുളക്കിഴങ്ങൊക്കെ 1 എണ്ണം മതിയേ. ഇതിപ്പോ 2 എണ്ണവാ. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഗ്രീൻ പീസാണ്. ഇത് ഞാൻ വീട്ടിൽ അധികം ഉപയോഗിക്കുകയല്ല. കാര്യം എന്നാന്നോ, പിള്ളേർക്ക് ഈ ഗ്രീൻ പീസ് അത്ര ഇഷ്ടമല്ല. പക്ഷെ ബാക്കി ഏട്ടനൊക്കെ ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഇടും. പിള്ളേരുടെ പ്ലേറ്റുകളൊക്കെ നോക്കിയുണ്ടല്ലോ, അവന്മാരിങ്ങനെ പെറുക്കി മാറ്റി വെക്കും. ഇനി ഈ ഗ്രീൻ പീസിനൊരു എന്താ പറയാ, നമ്മൾ ഫ്രോസൺ ആണെങ്കിലും അല്ലാതെ അതിനൊരു മണമില്ലേ, ആ ഒരു മണം നമ്മൾ വഴറ്റി ഒന്ന് മാറ്റണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് ബാക്കി ഒന്ന് വഴന്നു കിട്ടും. ഈ വഴറ്റുന്ന സമയം നമ്മൾ ഓരോ പച്ചക്കറി ഇടുന്ന സമയത്തും നമുക്ക് എന്നാ പറ്റുന്ന അറിയാവോ, ബാക്കി പച്ചക്കറി ഓരോന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പൊ എന്തറിയോ, അതുകൊണ്ട് ഇത്തിരി കൊച്ചായിട്ട് അരിയുന്ന ഈ പച്ചക്കറിക്കൊക്കെ ഒരു ഇച്ചിരി ഉപ്പ് വേണ്ടായോ. ഇനിയാണ് നമ്മൾ ഓരോ പൊടികളായിട്ട് ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഐശ്വര്യമായിട്ട് നമുക്ക് മഞ്ഞപ്പൊടി തുടങ്ങാം. മഞ്ഞപ്പൊടി ഇട്ടു. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഒരു ഇച്ചിരി ഗരം മസാല. ഇതിന്റെ കൂടെ കുറച്ച് ലാസ്റ്റ് നമ്മൾ വാങ്ങാൻ നേരം ഉണ്ടല്ലോ, ഒരു ഇച്ചിരി ജീരകപ്പൊടിയും കൂടെ ഇട്ടാൽ നല്ലതാ. ഇനി ഈ പച്ചക്കറി ഒന്ന് വേവാനായിട്ട്, ഒരു കുറച്ച് ലൂസ് ആവാനായിട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി തൈര്, പുളിയുള്ള തൈരല്ല, അല്ലാത്ത തൈര് വേണം എടുക്കാൻ. ഇനി ഇതിനകത്തോട്ട് ഞാൻ നെക്സ്റ്റ് ഇടാൻ പോകുന്നത് നമ്മുടെ പനീറാണ്. ഈ നമ്മൾ ഈ ചേർക്കുന്ന എല്ലാ പച്ചക്കറിക്കും നമ്മുടെ ഈ എന്താ പറയാ പൊടികൾ ചേർത്തില്ലേ, അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ, ഇതെല്ലാം ഇതിനകത്തോട്ട് പിടിക്കണം. പനീറൊന്നും നമ്മൾ കുറയ്ക്കണ്ട, നിറച്ചങ്ങ് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്നാ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ചീസാ ചേർക്കാൻ പോകുന്നത്. ഇനിയിപ്പോ പനീർ ഇങ്ങനെ വറുത്തിടാനൊന്നും നമുക്ക് നേരം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോ, ഗ്രേറ്റ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ പനീർ ചീസ് നമുക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ വിഷമിക്കണ്ട, കുറച്ച് അണ്ടിപ്പരിപ്പ് അരച്ച് ചേർക്കാം, കപ്പലണ്ടി അരച്ച് ചേർക്കാം, എല്ലാം ചെയ്യാം. ഇതൊക്കെ കുറച്ചും കൂടെ ഒഴിച്ചാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ ഫോറിനിലെ മിക്കവരും അവർക്ക് ഒത്തിരി സ്പൈസി ഇഷ്ടമല്ല. അവരെപ്പോഴും പനീർ, വൈറ്റ് സോസ് അങ്ങനെ ഉപയോഗിച്ച് ശരിയാക്കുന്നത്. അതേപോലെ ഇതൊരു ഫ്യൂഷൻ പോലെ ചെയ്ത് നോക്കിയതാ, പക്ഷെ കൊള്ളാം, വലിയ തിരക്കേടില്ല. എന്നാലും നമ്മൾ സ്ഥിരം കഴിക്കുന്ന എന്താ പറയാ കൂട്ടുകറി, പിന്നെ എന്തൊക്കെയാ ചെയ്യുന്നത്,
പൂരി മസാല, ദാൽ, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്നതായതുകൊണ്ട് അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസം അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ പച്ചക്കറി ഒരു ഇച്ചിരി വേവാനായിട്ട് സമയം കൊടുക്കണം. അതിനൊരു ഇച്ചിരി വെള്ളം ഒഴിക്കാൻ പോവാണേ. ഇത് ശരിക്കും ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന ഒരു കറിയല്ല, കുറച്ചൊരു സെമി ഗ്രേവിയാ ഇതിന് വേണ്ടിയത്. പക്ഷെ ആദ്യം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ പച്ചക്കറി എല്ലാം ഒന്ന് വേവണം. വെന്തേച്ചാൽ നമ്മൾ കുറച്ച് ലൂസാക്കി അയച്ചാൽ മതി. ഇനി ഇതിനകത്തോട്ടൊരു ഫ്ലേവർ എൻഹാൻസിങ് എന്നൊരു സാധനമാണ് മല്ലിയിലയും പുതിന ഇലയും ഉണ്ടെങ്കിൽ അതും ഇടാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇച്ചിരി മല്ലിയിലയാ. പുതിനയുടെ ഫ്ലേവറൂടെ വന്നാൽ ഭയങ്കര നല്ല. ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഈ പച്ചക്കറി ഇങ്ങനെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് ജീരകപ്പൊടിയും കൂടെ ഇടണം. അത് ലാസ്റ്റേ ഞാൻ ഇടുന്നുള്ളൂ. കുറച്ച് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇച്ചിരി നെയ്യിൽ കടുവറുത്തും കൂടെ ചേർക്കാമെങ്കിൽ നല്ല ചപ്പാത്തിക്ക് നല്ലൊരു ഗ്രേവി കിട്ടും. അത് പോയിട്ട് നല്ല ബാസ്മതി റൈസ് വേവിച്ച് അതൊരു ഡിഷാക്കാം. നല്ല ബാസ്മതി റൈസ് നമ്മൾ വേവിച്ച് ഊറ്റി ബിരിയാണിക്ക് വെക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ വെജ് ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ ഈ ഗ്രേവി ചേർത്തേച്ചാൽ മതി. നല്ല സൂപ്പർ വെജ് ബിരിയാണി കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ ആ ഒരു കറി ഒന്ന് നമ്മൾ വേവാനായിട്ട് വെച്ചായിരുന്നു. അതായത് നമ്മുടെ പച്ചക്കറിക്ക് ഒരുപാട് വേവൊന്നുമില്ല, ഒരു ഇച്ചിരി വേവേ ഉള്ളൂ. അതായത് സത്യം പറഞ്ഞാണ്ടല്ലോ, നമ്മളിങ്ങനെ വഴറ്റിയിടുമ്പോൾ തന്നെ അത് മുക്കാലും വേവും. പിന്നെ അന്നേരം ഈ കറിയിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നമ്മളൊന്ന് ആ കറി തിക്കാവാൻ വേണ്ടി ഇട്ടാൽ അത് കുറച്ചുകൂടെ വെന്തോളും. പിന്നെ ഒരു ഇഷ്ടമുള്ളവർ ഇതിനെ കുറച്ചുകൂടെ കൊഴുക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ പച്ചക്കറി വേവുന്ന, അതായത് പീസ് ഇടുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫുൾ പ്രൊസീജിയേഴ്സ് ചെയ്തേച്ച് ഒന്ന് വേണമെങ്കിൽ മാഷ് ചെയ്യാം, അങ്ങനെ ഇഷ്ടമുള്ളവർക്ക്. അതല്ല, പക്ഷേ ഞാൻ പറഞ്ഞ കറി രണ്ടും ആവുകയല്ല. വെച്ച് ബിരിയാണി ആക്കാനൊക്കത്തില്ല, ചപ്പാത്തിയുടെ കറി ആക്കാനൊക്കത്തില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഒരൊറ്റ കാര്യമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ചീസൊക്കെ ചേർക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചോണം. എപ്പോഴും തീ ഭയങ്കര ഫ്ലെയിമായി പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനൊക്കത്തില്ല, അടിയിൽ പിടിക്കും. പിന്നെ ഇതിൻ്റെ കൂടെ ഇപ്പം പച്ചക്കറിയൊക്കെ നല്ലതായിട്ടൊന്ന് വെന്തു. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഈ ഫ്രഷ് ക്രീം ചേർത്തേച്ച് നമുക്കൊരു തിക്ക് ഗ്രേവിയാണ് കേട്ടോ വേണ്ടേ. കീമയ്ക്കൊക്കെ നമ്മുടെ കീമ കറി വെക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഗ്രേവി ഇല്ലേ, ആ ഒരു ഇതാ വേണ്ടേ. ഉപ്പ്, എരു, പുളി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇൻ ബിറ്റ്വീൻ ചേർക്കാം. പക്ഷെ ക്രീം ചേർക്കുന്നതിന് തൊട്ട് മുമ്പ് വേണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്, ചീസും കൂടി ഇട്ടേച്ച് നമുക്ക് പണി ചെയ്യാനൊക്കത്തില്ല, ചേച്ചി പറഞ്ഞു അത് അടിയിൽ പിടിക്കും എന്ന് പറഞ്ഞു. കറക്റ്റാണ്. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, പച്ചക്കറി എല്ലാം വെന്ത് നമ്മൾ ഈ അടുക്ക നിൽക്കുമ്പോൾ തന്നെ ചീസും ക്രീമും ഒഴിച്ചാൽ മതി. അത് നമ്മുടെ ഇഷ്ടം. ഇനി ഇതിനകത്തൊരു ഫ്ലേവർ ഇച്ചിരി കൂട്ടാനായിട്ട് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവിടുന്ന് കുറച്ച് ജീരകപ്പൊടി എടുത്ത് ഒന്ന് വിതറാം. ഒരുപാട് വേണ്ട, ഒരു ഫ്ലേവർ ഒന്ന് കിട്ടാൻ വേണ്ടി മാത്രം. എരിവൊക്കെ കൂട്ടാനായിട്ടാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാം, അതല്ല മുളക് പൊടിയുടെ എണ്ണ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതാ ഇഷ്ടമെന്ന് വെച്ചാൽ നമ്മുടെ സ്വാദ് അതാണ് ഏറ്റവും വലുത്. ഇത് കുറച്ചുകൂടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഒരു നല്ലൊരു കളർ. ഇതിപ്പോൾ ഞാനൊരു ലൈറ്റ് കളറാണ് എടുത്തത്, അതല്ല കുറച്ചുകൂടെ ഒരു കീമ കളർ വേണമെന്നുണ്ടെങ്കിൽ ഈ ക്രീം ഒഴിച്ചില്ലേ, അതിന് പകരം നമുക്ക് കുറച്ച് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ആ തേങ്ങാപ്പാലിൻ്റെ കൂടെ കുറച്ച് 2 അണ്ടിപ്പരിപ്പ് അരച്ചൊഴിച്ചാലും മതി. ആ ഗ്രേവി മതി എന്ന് വെക്കും. ഇനിയിപ്പോൾ ഇതിനകത്ത് വേറെ പണിയൊന്നുമില്ല. ഇനി ഇതിൻ്റെ കൂടെ നിന്ന് അത് തിളയ്ക്കുമ്പോൾ ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പണി കിട്ടും. എന്നാന്ന് വെച്ചാൽ ഇത് അടിയിൽ പിടിക്കുന്നൊരു പരിപാടി. നമ്മുടെ ചീസ് ചേർക്കുന്നതുകൊണ്ടേ അതിൻ്റെ അടിയിൽ പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ ഫ്ലേവർ ഒന്നും കളയണ്ട. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യുക. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഗാർണിഷ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താ അറിയോ, നമുക്ക് തക്കാളി ഇട്ടില്ല. ഞാനത് ആദ്യം ഇടാത്ത എന്നാന്നറിയാവോ, നമ്മളിതിനകത്ത് പലതരം കളേഴ്സുള്ള പച്ചക്കറിയാണ് ചേർത്തെ. ഈ നമ്മൾ തക്കാളി ഇടുവാണെങ്കിൽ അത് ഇതിൻ്റെ കൂടെ അങ്ങ് ചേർന്ന് അലിഞ്ഞങ്ങ് ചേരും. ആ കളർഫുൾ എന്ന് പറയുന്ന സാധനം അങ്ങ് പോവും. അതുകൊണ്ട് ലാസ്റ്റ് കുറച്ച് റെഡായിട്ട് കിടക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ, ആ ഗ്രീൻ പീസിൻ്റെ ഒരു
ആ ഗ്രീന്. ക്യാരറ്റിന്റെ കളർ നമുക്ക് അറിയത്തില്ല, കാരണം ബേസിക്കലി ഈ കറിയുടെ കളറേ അത് ആയതുകൊണ്ട് നമ്മൾ അറിയത്തില്ല. പക്ഷെ എന്നാലും ആ തക്കാളിയും കൂടെ ഇട്ടേച്ച് അത് വെന്തങ്ങ് ഉടയണം എന്നില്ല. പക്ഷെ എന്നാലും ഈ ചൂടിക്കിടക്കുമ്പോൾ അതിനൊരു 1/4% വേവ് ഉണ്ട്. മാത്രമല്ല അത് ഒരുപാട് കട്ടിക്കല്ല അരിഞ്ഞേക്കുന്നത്, ഒത്തിരി മെലീച്ച് അരിഞ്ഞേക്കുന്നത്, ഒത്തിരി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുന്നത്, അതുകൊണ്ട് വേവ് അധികം ഇല്ല. ഇത്രയേ ഉള്ളൂ നമ്മുടെ വെജ് കീമ മസാല. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് ഏറ്റവും നല്ല ഏതാ പറയുക, ചപ്പാത്തിക്ക് നല്ല കറിയാ. ഏറ്റവും എൻ്റെ ഒരു സജഷൻ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പാവ് ബജിയുടെ ബണ്ണില്ലേ, ആ ബണ്ണിൻ്റെ കൂടെ സെർവ് ചെയ്യാൻ നല്ലതാ. ഇവിടെ ഇപ്പം ഞാൻ അത് തന്നെയാണ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. പിന്നെ എന്നെ പറഞ്ഞ പോലെ അടുക്കള ഉണ്ടോ ഒരു കുളമായി കിടക്കുന്ന ഒരു ലുക്ക് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഇതൊന്ന് വൃത്തിയാക്കണം. നമ്മുടെ ഗസ്റ്റ് ഇപ്പം വരും. അതിന് മുമ്പ് ഞാൻ അടുക്കള വൃത്തിയാക്കും. ഗസ്റ്റ് ആരാന്നല്ലേ, നമ്മുടെ എന്താ പറയുക, മലയാളികൾക്ക് പരിചയമില്ലാത്ത, എന്നെക്കാട്ടിലും കൂടുതൽ എൻ്റെ പ്രേക്ഷകർക്കായിരിക്കും ഏറ്റവും കൂടുതൽ പരിചയം. കൃഷ്ണപ്രഭ ആർട്ടിസ്റ്റ് അറിയാലോ. കൃഷ്ണപ്രഭയും അമ്മയും കൂടിയാണ് വരുന്നത്. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആനീസ് കിച്ചണിൽ എപ്പോഴും ഫാമിലി ആയിട്ട് വരുമ്പം ഒരാഘോഷവും നിറവുക. ആ നിറവിൻ്റെ കൂടെ പങ്കുചേരാൻ നമുക്ക് ഡൈനിങ്ങിൽ കാണാം. നമസ്തേ. നമസ്കാരം അമ്മേ. നമസ്തേ. അമ്മ മിണ്ടാതെ ഒക്കെ ഇരിക്കുന്നത്. ആദ്യം ഞാൻ മോളോടൊന്നും ചോദിക്കുന്നില്ല, എനിക്ക് അമ്മമാരോട് ഭയങ്കര ഇഷ്ടമാ. അതുകൊണ്ട് അമ്മയോട് തന്നെ ചോദിക്കാം. അമ്മ എന്നാണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കണു. ഞാനൊരു കാര്യം പറ്റേ, ഈ ഗോപിപ്പൊട്ടാണ് നല്ലത് വട്ടപ്പൊട്ടിനെ കാലം. ഞാനറിയോ കഴിഞ്ഞ 2-3 എപ്പിസോഡിലാണ് ചേച്ചി വട്ടപ്പൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ മുതൽ എന്റെ അടുത്ത് പറയാം, ആനയെ കാണുമ്പോ പറയണം ഗോപിപ്പൊട്ട നല്ലതെന്ന് പറയണം. തീർച്ചയായിട്ടും അമ്മയുടെ വാക്ക് ഞാൻ ഏറ്റെടുത്തു. എന്തായാലും അമ്മയുടെ ഭയങ്കര സന്തോഷമുണ്ട് അമ്മ എന്റെ ആനീസ് കിച്ചണിൽ വന്നതില്. കാര്യം ഒരമ്മയോട് വർത്താനം പറയുമ്പോ എത്രയായാലും നമുക്കൊക്കെ എല്ലാവർക്കും ഒരു സന്തോഷവും തൃപ്തിയും, ഒരമ്മ വീട്ടിൽ കയറി വരുമ്പോ ഉണ്ടാവുന്ന ഒരു നിറവ്, അതൊക്കെ അല്ലേ, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അമ്മയോട് ഒരു കാര്യം ചോദിക്കട്ടെ, കൃഷ്ണ ശരിക്കും ഫിലിമിലേക്ക് വന്നത് അമ്മയുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമായിരുന്നോ, അതോ ആക്സിഡന്റലി ഇങ്ങനെ ആക്സിഡന്റലി വന്നതാണോ, അത് എങ്ങനെ വന്നപ്പോ ഒരു ഓഫർ വന്നപ്പോ അവളെ ചെയ്യിപ്പിക്കാം എന്ന് തോന്നിയതാണ്, അതോ അമ്മയുടെ ഉള്ളിൽ ആഗ്രഹമായിരുന്നു? ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ അധികമായിട്ടുള്ള ആഗ്രഹം ഇല്ലായിരുന്നു. പക്ഷെ കുഞ്ഞിലെ മധുരമോള് ശരിക്കും ഈ ഞങ്ങളുടെ അവിടെ NSSന്റെ ഒരു ബാലകേന്ദ്രമൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ. അപ്പൊ ഒരു 3 അതെ. ശരിക്കും ഞാന് എന്റെ കലാജീവിതം സ്റ്റാർട്ട് ചെയ്തതില് ഒരു മുഖ്യ പങ്ക് നമ്മുടെ മാതാ അമൃതാനന്ദമയി അമ്മ, അതായത് ബാലകേന്ദ്രം NSS കരയോഗ, അച്ഛൻ കരയോഗത്തിലൊക്കെ ഉണ്ടായിരുന്നു, മെമ്പറൊക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അവിടെ ഒരു ബാലകേന്ദ്രമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് സത്യം പറഞ്ഞാല് എന്റെ കല സ്റ്റാർട്ട് ചെയ്തത്. കുഞ്ഞുനാളിലെ മുതല്. അതിനു മുമ്പ് 3 വയസ്സിൽ ഡാൻസ് ഒക്കെ പഠിച്ചു തുടങ്ങി. അങ്ങനെ ഡാൻസും പാട്ടും, പിന്നെ അവിടെ കോമ്പറ്റീഷൻ ഒക്കെ വരും. ഇപ്പൊ കഥ പറച്ചിലൊക്കെ വന്നേ കഥ പറയാൻ ഭയങ്കര പിടിക്കുക. അപ്പൊ പിന്നെ അമ്മ സംസാരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കഥ പറയാൻ മിടിക്കുകയാണ് കേട്ടോ അമ്മേ. ഇത്രയും മിടുക്കായിട്ടൊക്കെ മോള് എങ്ങനെ ഡാൻസിനും കഥ പറച്ചിലിനും ഒക്കെ നല്ല പ്രൈസും എല്ലാം സ്മാർട്ടായിരുന്നു അല്ലേ? അമ്മയുടെ പിറന്നാളിന് വെളുക്കാവ് പോയി ഡാൻസ് കളിക്കും, പാട്ട് പാടും. കുഞ്ഞിലെ ഡാൻസ്? ആ പിന്നെ കുഞ്ഞിലെ 3 വയസ്സ് തുടങ്ങിയതാ പഠിത്തം. അന്നേരം ഈ കളിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അമ്മയുടെ വക അപ്രിസിയേഷൻ? പിന്നെ ഉണ്ട്. അതുപോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അമ്മയുടെ പിറന്നാളിനും പിന്നെ എന്റെ പിറന്നാളിനും ഒക്കെ അവിടെ പോയിട്ട് ഞാൻ ചെറുതിലെ കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ ബാലകേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോകുന്നൊക്കെയാ. അപ്പൊ അങ്ങനെ പെർഫോം ചെയ്ത് ശരിക്കും എപ്പോഴും ഞാൻ ഇപ്പോഴും പറയുന്നതെന്ന് വെച്ചാല് ബാലകേന്ദ്രം പോലെയുള്ള ഇതൊക്കെ വേണം ഈ കുഞ്ഞുനാളിലെ പിള്ളേരെ ഒന്ന് മോൾഡ് ചെയ്തെടുക്കാൻ, ക്യാരക്ടർ മോൾഡ് ചെയ്തെടുക്കാനും ഒക്കെ. അതിപ്പോ ജാതി മതം അങ്ങനെ ഒന്നും അല്ല കേട്ടോ, പിള്ളേരുടെ ഒരു ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ ഒത്തിരി അത് ഒരുപാട് സഹായിക്കും. പിന്നെ ഇപ്പൊ സൺഡേ ക്ലാസ്സിലൊക്കെ പോകുമ്പോ പോലെ ഞങ്ങൾ പോകും. എനിക്ക് ഞായറാഴ്ച 8 മണിക്കായിരുന്നു ക്ലാസ്. അവിടെ ശാന്ത എന്ന് പറഞ്ഞിട്ട് ആന്റി ആയിരുന്നു എടുത്തിരുന്നത്. അപ്പൊ ഞാനും അമ്മയുടെ ചേച്ചിയുടെ മോളുണ്ട് പാർവതി എന്ന് പറഞ്ഞിട്ട്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡാൻസ് പഠിച്ചു തുടങ്ങി. 3 വയസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചു തുടങ്ങിയത്. ബാലകേന്ദ്രത്തിൽ പോലും അവിടെ നിന്നാണ് ഭഗവത്ഗീതയുടെ ക്ലാസ് ലെസൺസ് ഒക്കെ പറഞ്ഞു തരുന്നതൊക്കെ ഈ ആന്റി ചെയ്തതാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, എന്റെ കലാജീവിതം തുടങ്ങിയതിൽ ഒരു മുഖ്യ പങ്ക് അമ്മ ശരിക്കും ഒരു ഗുരു അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ബ്ലെസ് ചെയ്ത് വിടുക അല്ലെ? പിന്നെ ഇപ്പൊ ഈ ഒരു ഷോ പോലും ഞാൻ എപ്പോഴും പറയും, അമ്മ പ്രസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഷോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇതിനകത്ത് വരുവ പോലും ഇല്ലായിരുന്നു. അമ്മ പറഞ്ഞു നീ ചെയ്യ. അത് ശരിക്കും ഞാനൊരു ചെയ്യുന്നതിനെക്കാട്ടിലും അമ്മയുടെ ഒരു ബ്ലെസ്സിങ് നമ്മുടെ കൂടെ എപ്പോഴും ഉള്ളത്, ഒരു സപ്പോർട്ട്, നല്ലൊരു സ്ട്രെങ്ത് ആണ് നമുക്ക്. ആക്ച്വലി ഈ ഇത്രയും മിടുക്കിയായിരുന്ന മോള് എങ്ങനെ ഫിലിമിലേക്ക് വന്നു? അറ്റ് ദ ഏജ് ഓഫ്
ഏത് വയസ്സിലാണ്? അമ്മയോടാ ചോദിക്കുന്നത് അല്ലേ, എന്നോടാണോ? ആദ്യത്തെ സിനിമ മാടമ്പി 2008 അപ്പൊ അത് പാലക്കാടായിരുന്നു ഷൂട്ട്. പാലത്ത്. എങ്ങനെയാ അമ്മ ഓഫർ വന്നേ? അല്ലല്ല, ഞാന് ചാനൽ ആങ്കറിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ സിനിമാല പ്രോഗ്രാം ഒക്കെ ചെയ്ത് അങ്ങനെ ഹ്യൂമർ ഒക്കെ ചെയ്തപ്പോ അങ്ങനെ നമ്മളുടെ സെവൻ ആർട്സ് മോഹൻ ചേട്ടനായിരുന്നു അതിന്റെ കൺട്രോളർ. അങ്ങനെ മോഹൻ ചേട്ടനാണ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ബി ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞിട്ട് സുരാജേണ്ണും ഞാനുമായിട്ടുള്ള സീനൊക്കെ കുറച്ച് ഹ്യൂമർ ചെയ്യുന്ന ക്യാരക്ടറിനായിട്ട് അങ്ങനെയാണ് ആദ്യം അതിൽ വിളിക്കുന്നത്. ഫസ്റ്റ് ഓഫർ കിട്ടിയപ്പോ അമ്മ എന്നാ പറഞ്ഞു? അമ്മയ്ക്ക് നല്ലതാണ്. ഇതെന്താന്നറിയോ, അമ്മയ്ക്കും എന്റെ വീട്ടിലുള്ള ആർക്കും ശരിക്കും സിനിമയോ അല്ലെങ്കിൽ ഒരു TV പ്രോഗ്രാംസിന്റെ ഇതിനെ പറ്റിയിട്ടൊക്കെ ആർക്കും ഒരു ബന്ധവും ഇല്ല. അച്ഛൻ പാടുമായിരുന്നു, പിന്നെ അമ്മ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അമ്മയുടെ ഗുരു തൊടുപുഴ വാസന്തി, അതെ അമ്മയാണ്. അമ്മ തൊടുപുഴയാ വീട്. അപ്പൊ അങ്ങനെ ആ ഒരു കല മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ള ഒരു ഇത്, പിന്നെ സ്കൂളിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. യൂത്ത് ഫെസ്റ്റിവലിന് നാടകം, ഡാൻസ്, പാട്ട്, യൂത്ത് ഫെസ്റ്റിവലിന് എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പൊ അത് മാത്രമേ ഉള്ളൂ ഒരു കലാപരമായിട്ടുള്ള ഒരു ബന്ധം. സിനിമയിൽ ആരും ഇല്ലായിരുന്നു. അപ്പൊ ഇതിങ്ങനെ ചാനലിൽ ആങ്കർ ചെയ്യാൻ വേണ്ടി ACV പോലെയുള്ള ലോക്കൽ ചാനലുകളിലൊക്കെ ആദ്യം ആങ്കർ ആയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ ആങ്കറിംഗ് വന്നത് എങ്ങനെയാ? നമ്മള് സെൽഫ് അങ്ങോട്ട് നമ്മുടെ അല്ലല്ല, നമ്മുടെ വീട്ടിലിന്റെ അടുത്ത് തന്നെ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ലോക്കൽ ചാനലിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് നോക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. പിന്നെ ഒരു കോണ്ടാക്ട്സ് ഒക്കെ കിട്ടി അങ്ങനെ വരുമല്ലോ. അങ്ങനെ ആദ്യം ലോക്കൽ ചാനലിൽ ആങ്കർ ആയിട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ചാനൽസിലേക്കൊക്കെ ആങ്കർ ആയിട്ട് വന്നു. പിന്നെ ഹ്യൂമർ ചെയ്യാൻ ഡാൻസ് ടീമിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി, മനോജ് ഗിന്നസിന്റെ. അപ്പം പിന്നെ നസീർക്കയുടെ, കോട്ടയം നസീറിന്റെ, ഷാജോൺ ചേട്ടൻ, ഇവരെല്ലാവരുള്ള ടീമിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആദ്യം തുടങ്ങുന്നത് കൊച്ചിൻ നവോദയ എന്ന് പറഞ്ഞിട്ട് മനോജ് ഗിന്നസിന്റെ ടീമിലാണ്. ഇപ്പൊ ഞാൻ എന്റെ ടീമായിട്ട് താണ്ഡവാണ് എന്റെ ഡാൻസ് ടീം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പൊ അന്ന് താണ്ഡവം എന്നുള്ള പേര് വേറെടുത്ത് പനമ്പിളയാറില്. അന്ന് ടീമൊന്നുമില്ല, അന്ന് ഞങ്ങളൊരു 6 പേരുള്ള ഒരു ഗ്രൂപ്പ്, അത്രേ ഉള്ളൂ. അപ്പൊ അന്ന് ഇതുപോലെ ഒരു ടീമായിട്ട് ഞങ്ങൾ യോജിച്ചു, കൂട്ടുകാരെല്ലാരും കൂടെ യോജിച്ചു. അങ്ങനെ മനോജേട്ടൻ ടീമിൽ ഡാൻസ് ചെയ്യാൻ വിളിച്ചു. പിന്നെ അത് വളർന്നു വന്നപ്പോഴാണ് താണ്ഡവം എന്ന പേരൊക്കെ ആയത്. ഡാൻസ് ആണ് അല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഇതുപോലെ കോമഡി സ്കിറ്റ് ചെയ്യാനായിട്ട് പെട്ടെന്നൊന്ന് കയറുമോന്ന് ചോദിച്ചോണ്ട് അങ്ങനെ കയറി ചെയ്തതാ. പക്ഷെ ഒരു കോമഡി എന്ന് പറഞ്ഞ ഒരു ടഫസ്റ്റ് റോളാണ്. അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റി? ഇപ്പൊ ഞാൻ ഈ ഡാൻസ് ടീമിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ അപ്പൊ മനോജ് ചേട്ടനാണ് പെട്ടെന്ന് സ്കിറ്റിന് കയറാൻ ആളില്ല, നീ ഒന്ന് വന്ന് വേഗം കയറിയെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതാണ് ഓരോരോ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഇതാണ്. പെട്ടെന്ന് അങ്ങനെ വന്നിട്ട് 2 ഡയലോഗ് പറഞ്ഞിട്ട് പോയാ അങ്ങനെ. അപ്പൊ അവരെല്ലാവരും പറഞ്ഞു ഹ്യൂമർ നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഒന്നാമത് എന്നാന്നറിയോ, ഞങ്ങളുടെ വീട്ടില് അമ്മയാണ് ഹ്യൂമറിന്റെ കേന്ദ്രം. ഇപ്പൊ ഈ ക്യാമറയൊക്കെ ഉള്ളതുകൊണ്ടൊന്ന് ഇച്ചിരി ചെറുതായിട്ടൊന്ന് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നത്. അല്ലാത്തപ്പോ ഈ ഭയങ്കര വാചകമാണ് ഞങ്ങളെല്ലാവരും, നല്ല വാചകവും. അത് വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇമാജിൻ ചെയ്തൊക്കെ സമയത്ത് ചിരിച്ചാ നിർത്തൂല, ഞാൻ ചിരിയൊന്നും നിക്കൂല. അയ്യോ, അങ്ങനെ ഒരു കുഴപ്പമുണ്ടല്ലേ? ഈശ്വരാ, അതൊരു കുഴപ്പമാണല്ലോ. ഇതുവരെ ഞങ്ങൾ ആരെയും കേട്ടിട്ടില്ല അങ്ങനെ ചിരി വന്നാൽ നിർത്താൻ പറ്റുകയില്ല എന്ന്. തന്നെ ഇരുന്ന് ഇമാജിൻ ചെയ്തൊക്കെ. ഞങ്ങൾ ഇവിടെ പനമ്പിള്ളേരുടെ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ അച്ഛൻ മരിച്ച പിന്നെ ഞാനും അമ്മയും ചേട്ടനുമാണല്ലോ. അപ്പൊ ചേട്ടൻ ചങ്ങനാശ്ശേരിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഈ ഫ്ലാറ്റിലൊക്കെ 23 വർഷമായി. അപ്പൊ അവിടെ ആദ്യം താമസിക്കാൻ വരുമ്പോ താഴെ നിന്ന് സെക്യൂരിറ്റി പറയും 2 പേരേ ഉള്ളല്ലോ, അവിടെ ഒരു 20 പേരുള്ള പ്രതീതിയാണല്ലോ സെക്യൂരിറ്റി. എന്നിട്ട് താഴെയും ചോദിക്കും നിങ്ങളല്ലാതെ വേറെ ആരോ ഉള്ള ഫ്ലാറ്റിൽ? ഇല്ല, ഞങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ബഹളം അവിടെ നിന്ന്. പിന്നെ ഞങ്ങൾ തന്നെ. അപ്പൊ ആസ് ആൻ അഭിനേത്രി നമ്മളൊരു കോമഡി വെച്ചിട്ട് ആദ്യം കയറിയത്. അപ്പൊ ഈ കോമഡി വെച്ച് കേറി കഴിഞ്ഞപ്പോ നമുക്കൊരു സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഒരു ആർട്ടിസ്റ്റ് ആയി കഴിയുമ്പോൾ. അത് എങ്ങനെ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യണം, വാട്ട് ടു ഡു, പ്രിപ്പറേഷൻ അതെന്താ ചെയ്തേ, എങ്ങനെയാ? ഞാൻ ഈ കലാപരമായിട്ട് ഡാൻസ്, പാട്ട്, യൂത്ത് ഫെസ്റ്റിവൽ ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും എനിക്ക് സിനിമ വളരെ നന്നായിട്ട് ഒത്തിരി ഇങ്ങനെ ചെറുതിലെ ഞാനും ചേട്ടനൊക്കെ നോക്കുമായിരുന്നു. ഞാനും ചേട്ടനും കൂടെ എപ്പോഴും ഇങ്ങനെ TV കാണുമ്പോ എന്റെ പലപ്പോഴും ചെറുതിലെ ഉള്ള വിചാരം മമ്മൂട്ടി മോഹൻലാലൊക്കെ ഈ ഒരു TVയുടെ ഉള്ളിലാണ് താമസിക്കുന്നത്. എല്ലാവരുടെയും ഒരു ചിന്ത കേട്ടോ, സത്യം. ഞാൻ പുറകെ പോയി നോക്കൊണ്ടിരിക്കും, ഷോ കഴിയുന്നവരായില്ലേ ഇറങ്ങി ഒരു ചിന്ത. അങ്ങനെയായിരുന്നു. അതുപോലെ ഞാൻ ഇതിനു മുമ്പ് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, പ്രണയവർണ്ണങ്ങൾ എന്ന് പറഞ്ഞ സിനിമയില് ദിവ്യശേഷി 8 ഡ്രസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഒത്തിരി സ്വപ്നങ്ങൾ. അപ്പൊ ഞാൻ കയറി ഇതെങ്ങനെ ഈ ഡ്രസ് ചേഞ്ച് ഇങ്ങനെ ഒരു കളയുവാണ്, ഇത് പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലിട്ടിട്ട്. അന്ന് അറിയത്തില്ലല്ലോ ഇത് കട്ട് ചെയ്താൽ വേറെ, അന്നേ ചിന്തിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ അവസരങ്ങളൊക്കെ കിട്ടി നമ്മൾ ഈ ഫീൽഡിൽ വന്നു.
ഇപ്പോഴും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കും, ഇതെങ്ങനെയാ ചെയ്യുന്നത്, അഭിനയം അങ്ങനെ തന്നെയാണ് ഞാൻ തന്നെ പോളിഷ് ചെയ്താണ് ഇപ്പൊ കാണുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ളത്. ആദ്യം ഇപ്പൊ മാടമ്പിയിൽ തുടങ്ങുന്ന ആ ഒരു കാലത്തൊന്നും ഒന്നും അറിയില്ല, ഡയലോഗ്സ് പറയും, പിന്നെ സ്റ്റേജിൽ നിന്ന് വന്നുകൊണ്ട് അന്നൊക്കെ കുറച്ചുകൂടെ ലൗഡായിട്ടാണ് സംസാരിക്കുന്ന ഡയലോഗ്സ് പറയുന്നതും ഒക്കെ. അതെല്ലാം മാറ്റി പോളിഷ് ചെയ്ത് കുറച്ച് നമ്മളെ തന്നെ ഒരു മോൾഡ് ചെയ്തു. ഓക്കെ, അമ്മയുടെ ഒരു പാട്ട് എങ്ങനെയായിരുന്നു? പറയും കൊള്ളത്തില്ലെങ്കിൽ പറയും അത് മാറും, അത് ചെയ്തത് ഒരു ഇച്ചിരി ഓവറായിരുന്നു, അല്ലെങ്കിൽ പറയും കുറച്ചുകൂടെ ആവുമായിരുന്നു എന്നൊക്കെ പറയും. ഭയങ്കര ടെക്നിക്കലി ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും. എന്നാലും അമ്മയുടെ ഒരു പാർട്ടിസിപ്പേഷൻ എങ്ങനെയാണ്? മോളിപ്പം ഇൻഡസ്ട്രിയിൽ ഒരു ആർട്ടിസ്റ്റ് ആയി, അമ്മയുടെ ഒരു അമ്മ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലുണ്ടല്ലോ, മോളുടെ ഒരു സക്സസ്, മോളുടെ ഒരു മിടുക്കിയാണ്, കലകളിലെല്ലാം ഇപ്പൊ പാട്ട് പാടും, ഡാൻസ് ഉണ്ട്, കോമിക് ഉണ്ട്, ആങ്കറിങ് ആണ്, പല മേഖലകളാണ് മോള് ഹാൻഡിൽ ചെയ്യുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ അമ്മയ്ക്ക് എന്താ തോന്നുന്നു മോളെ പറ്റി? വളരെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഓരോ കൊച്ചുങ്ങൾക്ക് എന്ത് പാട് വെച്ചാൽ ഡാൻസ് കളിക്കാനൊക്കെ ഓരോ പിള്ളേരെ കൊണ്ടുപോകും, 2 ദിവസം കളിക്കും, പിന്നെ വരില്ല. ഇത് അതേ സമയത്ത് വീട്ടിലും കിടന്ന് ഡാൻസ് ഡാൻസ് പോയി എന്നെ ഓവർ പെർഫെക്ഷനിസ്റ്റ് നമ്മൾ ഭയങ്കര ആത്മാർത്ഥതയാ ജോലിയോട്, ഡാൻസിനും പാട്ടിനും എല്ലാം. ക്ലാസിക്കൽ ആദ്യം പഠിച്ചു തുടങ്ങിയത്, ആദ്യം ക്ലാസിക്കൽ പ്രോഗ്രാമാണ് ചെയ്തിരുന്നത്. ഏത് അമ്മയുടെ ഗുരുവിന്റെ അവിടെ തന്നെയാണോ പോയി? ഞാൻ ആദ്യം ദക്ഷിണ വയ്ക്കുന്നത് കലാമണ്ഡലം സുഗന്ധി ടീച്ചറിന്റെ അടുത്തായിരുന്നു 3 വയസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് കോമ്പറ്റീഷന് സ്കൂളിൽ നിന്നൊക്കെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കോമ്പറ്റീഷൻ ഇറങ്ങാമെന്ന് സ്കൂളിൽ നിന്ന് പറഞ്ഞപ്പോ ഞാൻ RLV ഉണ്ണികൃഷ്ണൻ സാറിന്റെ അടുത്തായി. അത് കഴിഞ്ഞ് ഇപ്പം RLV പ്രദീപ് കുമാർ സാറിന്റെ സ്റ്റുഡന്റ് ആണ്. പിന്നെ ഇപ്പൊ ലീല സാംസന്റെ അടുത്ത് ചെന്നൈയിൽ പഠിക്കും. അപ്പൊ ഇപ്പൊ എവിടെയാ താമസിക്കുന്നത്? ഞങ്ങൾ പനമ്പിള്ളേറിൽ തന്നെയാണ്. നമ്മൾ പോയി വരും. ഈ കോട്ടയത്തും ചെന്നൈയിലും എല്ലായിടത്തും ഞാനിങ്ങനെ ഓടി നടക്കും. ഞാൻ എല്ലായിടത്തും ഉണ്ട്, സർവ്വം വ്യാപി എല്ലായിടത്തും ഉണ്ട്. തനിയെ വണ്ടി ഓടിച്ചോ? അമ്മയുണ്ടല്ലോ കൂടെ. പിന്നെ അപ്പൊ ഞാൻ പ്രൊഫഷണൽ ഡാൻസർ ആയതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത്, ഒന്ന് എന്റെ ക്ലാസിക്കൽ ഗുരുക്കന്മാർ കഴിഞ്ഞാൽ എന്റെ ഈ വെസ്റ്റേണിലുള്ള സാറുമാർ, രാജേഷ്, ഷിബു ചേട്ടൻ, ഇപ്പൊ താണ്ഡവിലെ രാജപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവരാണ് എന്നെ ഒരു മോൾഡ് ചെയ്തൊരു ഡാൻസർ ആക്കി മാറ്റിയത്. അതായത് ഒരു ഡാൻസർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ക്ലാസിക്കൽ മാത്രം ചെയ്യും, ഞാൻ ഇന്നത് മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞ ഒരിക്കലും നിൽക്കില്ല. ഇപ്പൊ സോഫാർ എത്ര മൂവീസ് ഉണ്ടാവും? ഞാൻ സത്യം പറഞ്ഞ എണ്ണി നോക്കിയിട്ടില്ല. എന്നാലും ചെയ്താലും ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതായിരുന്നു സോഫാ ചെയ്തത്? ഇന്ത്യൻ പ്രണയതല്ലേ സുധ എനിക്ക് ഒത്തിരി ഇഷ്ടം, ഫഹദിന്റെ സിസ്റ്റർ ആയിട്ട്. പിന്നെ ഇപ്പൊ ദൃശ്യം 2 ചെയ്ത അത് എന്താ അറിയോ, ഒരിടയ്ക്ക് മൊത്തം ഫുൾ കോമഡി ക്യാരക്ടേഴ്സ് തന്നെയായിരുന്നു വന്നിരുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു ഒന്ന് മാറി ചെയ്തിരുന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആ ആഗ്രഹിച്ച പോലെ തന്നെ എന്നിലേക്ക് വന്ന ഒരു ക്യാരക്ടറായിരുന്നു ഇന്ത്യൻ പ്രണയതല സുധ എന്ന് പറഞ്ഞ ക്യാരക്ടർ. പിന്നെ ലൈഫ് ഓഫ് ജോസൂട്ടിയിലെ മോളിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് ദിലീപന്റെ സിസ്റ്റർ ആയിട്ടുള്ള ക്യാരക്ടർ. പിന്നെ ഇപ്പൊ ഈ ദൃശ്യത്തിലെ അതൊക്കെ ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ഇവർക്ക് ഇങ്ങനെയും ചെയ്യാൻ അറിയാം എന്ന് തെളിയിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബീങ് ആൻ ആർട്ടിസ്റ്റ് നമുക്ക് പല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഇഷ്ടപ്പെടും അല്ലെ, കാറ്റഗറൈസ്ഡ് ആവാതെ പല ക്യാരക്ടേഴ്സ്. പക്ഷെ ഇപ്പൊ നമ്മുടെ ഇതിലകത്ത് കോമഡി ചെയ്യാൻ ആള് കുറവായി. പക്ഷെ ഇപ്പൊ എനിക്കൊരു പരാതിയും കൂടെ പറയാനുള്ള, ഞാൻ അന്ന് അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് എനിക്കിപ്പോ ഇങ്ങനെ ക്യാരക്ടർ റോൾസ് കരയാനുള്ള ഇതൊക്കെയാ വരുന്നത്. പക്ഷെ ഇപ്പൊ എന്നെ എല്ലാവരും കരയാനാണ് വിളിക്കുന്നത്. ഇപ്പൊ കോമഡി എനിക്ക് ഭയങ്കര ആഗ്രഹം കോമഡി ചെയ്യണമെന്ന്. ഇനിയും കോമഡി ക്യാരക്ടേഴ്സ് തന്നെ ചെയ്യാൻ ഇഷ്ടം. ഫീമെയിൽ ആർട്ടിസ്റ്റ് കുറവാ. ഒന്നാമത്തെ ഇപ്പൊ ഫീമെയിൽ ക്യാരക്ടേഴ്സേ സിനിമയിൽ കുറവാണ്. അതിന്റെ കൂടെ പണ്ടൊക്കെ നമ്മള് കൽപ്പന ചേച്ചിയുടെ ഒക്കെ ഞാൻ എന്തുമാത്രം ആരാധിക്കുന്ന ആർട്ടിസ്റ്റുകളാന്ന് പറയാം. സുകുമാരിയമ്മ, പിന്നെ കൽപ്പന ചേച്ചിയൊക്കെ, അവരെ പോലെ ഇപ്പൊ ലളിതാന്റിയൊക്കെ ചെയ്യുന്ന പോലെ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ ഇപ്പൊ ആളും ഇല്ല, അങ്ങനത്തെ ക്യാരക്ടേഴ്സും വരുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇനിയും കോമഡി ചെയ്യാനാണ് എനിക്കിഷ്ടം. എന്റെ അമ്മയും പേരമ്മ, എന്റെ അമ്മയുടെ ചേച്ചിയൊക്കെ, പേരമ്മയൊക്കെ എപ്പോഴും പറയും, ഞാനിപ്പോ ഈ കളിവീട് എന്ന് പറഞ്ഞിട്ട് സീരിയലിൽ നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു ചെയ്തത്. പേരമ്മ എന്നെ ഫോൺ വിളിക്കുമ്പോൾ പറയും, നീ കോമഡി ചെയ്യണം കേട്ടോ, ഞങ്ങൾക്ക് കാണാൻ മറ്റേ നല്ലത് തന്നെ വേണ്ട. ഇവരൊക്കെ ഒരു 10 പൈസ കോമഡിയിൽ ചിരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ കൂടെ. അപ്പൊ എല്ലാവരും ഈ ഭയങ്കര നെഗറ്റീവ് ഒക്കെ പറയുമ്പോ എല്ലാവരും കോമഡി മതി. ശരിക്കും കൃഷ്ണയ്ക്ക് ഐ മീൻ ഇതേപോലത്തെ ക്യാരക്ടർ റോൾസ് കരയുന്ന അങ്ങനെക്കാട്ടിലും കുറച്ചുകൂടെ എളുപ്പം കോമഡിയാണോ ചെയ്യാൻ ഇഷ്ടം? ഇഷ്ടം കോമഡിയാ. ഇപ്പൊ ചെയ്ത ക്യാരക്ടേഴ്സിൽ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് ഏതാ? ദൃശ്യം 2 ആ ക്യാരക്ടർ ഒരുപാട് കോൾസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇത്രയും ഇപ്പൊ 10-15 വർഷമായിട്ട് നമ്മള് സിനിമ ആങ്കറിങ്ങും മിനി സ്ക്രീനും ബിഗ് സ്ക്രീനും കൂടെ ചെയ്യാൻ 10-15 വർഷത്തിന് മുകളിലായി ഇപ്പോ. പക്ഷെ
ഇത്രയും വർഷമായിട്ട് ഇനി ഇത്രയും കോൾ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ, അത് ആകെ 3 സീനേ ഉള്ളൂ. അപ്പൊ പക്ഷെ എന്റെ അടുത്ത് അന്ന് വാതിലടച്ചിട്ട് കരയുന്നൊക്കെ ഇതുണ്ടല്ലോ, ഒരുപാട് പേര് എന്നെ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കരയുന്ന ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ. നമുക്ക് അറിയാത്തവർ പോലും നമ്പർ എടുത്തിട്ട് വിളിക്കുന്ന വെച്ചിട്ട് ഞാൻ ചീത്ത സാറിന് എടുത്ത് പറഞ്ഞു, സാർ ഇത് ഭയങ്കര സംഭവിക്കുമല്ലേ. പക്ഷെ നല്ലതായിട്ട് പെർഫോം ചെയ്തു. നമുക്കൊരു അപ്രിസിയേഷൻ കിട്ടുന്നത് ആ ക്യാരക്ടർ അവരുടെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴല്ലേ. അതുകൊണ്ടാണല്ലോ നമ്മളോട് നിങ്ങൾ നല്ലതായിട്ട് ചെയ്തു എന്ന് പറയുന്നത്. ഇപ്പോഴും ഓർമ്മയുണ്ട്, അത് ഷൂട്ട് ചെയ്യുമ്പോൾ തൊടുപുഴയിലെ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു റബ്ബർ തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു കുഞ്ഞു വീട്ടിലായിരുന്നു അത്. ഒരു ഏകദേശം ഒരു സന്ധ്യ സമയത്താണ് അത് എടുത്തത്. അപ്പൊ ഫുൾ ഒരു ഇരുട്ട്, അല്ലേലെ ഈ റബ്ബർ തോട്ടത്തിലൊക്കെ ഫുൾ ഒരു ഇരുട്ടല്ലേ പകലാണെങ്കിൽ പോലും. പക്ഷെ ആ സമയം ആ ആംബിയൻസും ഇതും എല്ലാം കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിലൊരു ഭയങ്കര വിങ്ങലായിരുന്നു അത് എടുക്കാൻ നേരത്ത്. അതൊരു ദുഃഖം. അതെ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിന്നിരുന്നത് നമ്മുടെ പോളി ആന്റിയാണ്. ആന്റിയുടെ ഒരു റേഞ്ച് അറിയാലോ. ആന്റിയുടെ ഡയലോഗ് റെന്ററിങ് അടിപൊളിയാ. വന്നിട്ട് മോളെ എന്തൊക്കെ പറഞ്ഞു വെക്കുമ്പോ തന്നെ നമുക്ക് ആകെ ഒരു സങ്കടം. അപ്പൊ അതില് ഗ്ലിസറിനൊന്നും യൂസ് ചെയ്യേണ്ടി വന്നില്ല. അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ അത് ഓക്കെ ആയി. എന്നിട്ട് ഞാൻ അങ്ങനെ കരഞ്ഞിട്ട് നിൽക്കുമ്പോ സാറ് കട്ട് പറഞ്ഞിട്ട് സാറ് കുറച്ചു നേരം ഇങ്ങനെ, അപ്പൊ എനിക്ക് കാണാം ഇവിടെ സാർ ഇങ്ങനെ മോണിറ്ററിൽ നോക്കി അവിടെ നിൽപ്പുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ സാറിന്റെ അവിടെ നിന്ന് പയ്യെ ഇങ്ങനെ എഴുന്നേറ്റിട്ട് എന്നെ തന്നെ നോക്കൊണ്ടേക്കും. അപ്പൊ ഞാൻ ഓക്കെ എന്നിട്ട് ഞാൻ സാറിന്റെ അടുത്ത് എന്താ നോക്കുന്നത്, അല്ല താൻ ഓക്കെ ആണല്ലോ അല്ലേ. ഞാൻ പറഞ്ഞു ഞാനെപ്പോഴും ഓക്കെ. സാർ വിചാരിച്ചു ശരിക്കും കൃഷ്ണ ആ റിയൽ ക്യാരക്ടറിലേക്ക് അങ്ങ് നിൽക്കുവാണ്, അവിടെ നിങ്ങോട്ട് പോകുന്നില്ലേ എന്നൊരു സംശയം. പക്ഷെ പെർഫോമൻസ് വാസ് ദാറ്റ്. അത്ര നല്ലതായതുകൊണ്ടാണല്ലോ സാറിന് പോലും ഒരു സംശയം തോന്നിയത്. പക്ഷെ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത് എന്തറിയോ, അമ്മയുടെ ചെറുപ്രായത്തിൽ അമ്മ ഇങ്ങനെ ഫിലിമിലൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്? അങ്ങനെയല്ല, അമ്മ ഉള്ളിൽ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നോ? സിനിമയിലൊരു ചാൻസ് കിട്ടിയ അമ്മയ്ക്ക് ചെയ്യണം എന്നും, അമ്മയ്ക്ക് എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാനായിരുന്നു ഇഷ്ടം? എനിക്ക് നല്ല പോഷ് ക്യാരക്ടർ, എനിക്ക് ഈ സങ്കടം ചെയ്യണം എനിക്ക് ഇഷ്ടമല്ല. അമ്മയ്ക്ക് അഭിനയിക്കാൻ വിളിച്ച അമ്മ പോവോ? എന്നെ വിളിച്ചിട്ട് പോയില്ല. എന്റെ ഏർപ്പാടത്. അത് പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആമസോണിലുണ്ട് സിനിമ. അത് പോളിയാൻറ്റി ചെയ്ത ക്യാരക്ടറിന് എന്റെ ഫ്രണ്ട്സ് ആയിരുന്നു അതിന്റെ സിനിമ ഡയറക്ട് ചെയ്തതും പ്രൊഡ്യൂസർ എല്ലാം എനിക്ക് അറിയാവുന്നവരുമായിരുന്നു. അപ്പം ഞങ്ങൾ കോലുമുട്ടായി എന്ന് പറഞ്ഞിട്ട് പിള്ളേരുടെ വേണ്ടിയിട്ട് ഒരു പടം എടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേറ്റ് അവാർഡ് വിന്നറൊക്കെ ആയിരുന്നു ആ സിനിമ. അപ്പൊ അവരുടെ സെക്കൻഡ് മൂവി ആയിരുന്നു ഈ പ്രണയം തുടരുന്നു എന്ന് പറഞ്ഞാൽ. ലീല സാംസൺ അക്കയും പിന്നെ അവർ രണ്ടുപേരും വയസ്സായ രണ്ടുപേരുടെ പ്രണയം അങ്ങനെ ആയിരുന്നു. അപ്പൊ ഈ ലീലക്കയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്, അതിന് വിളിച്ചായിരുന്നു. എന്റെ വീട്ടിൽ വന്ന് അവര് സംസാരിച്ചോ. അപ്പൊ ഭയങ്കര ഡിമാൻഡൊക്കെ ആയിരുന്നു. ഞാൻ രാവിലെ ഒന്നും വരത്തൊന്നുമില്ല കേട്ടോ അതൊക്കെ പറഞ്ഞോട്. ഞാൻ പറഞ്ഞു മമ്മൂക്കും ലാലേട്ടനുമില്ലല്ലോ ഇത്ര ഡിമാൻഡ്. അതാ അവര് സമ്മതിച്ചു. അവര് പറഞ്ഞു ആന്റിക്ക് പറ്റുമ്പോ മാത്രം വന്നാൽ മതി, ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു എല്ലാ ഡിമാൻഡ്സും പറഞ്ഞു. 2-3 ദിവസം വീട്ടിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഡയലോഗ് പറഞ്ഞു നടക്കണ്ടായിരുന്നു. 3-ാമത്തെ ദിവസം തീരുമാനിച്ചു, അയ്യോ ഞാൻ ചെയ്യുന്നില്ല, ഇനി എന്നെ കൊണ്ട് പറ്റൂല്ലോ, ഇവരോട് ചെയ്തില്ല. അങ്ങനെ പോളിയാൻറ്റി ക്യാരക്ടർ ചെയ്യുന്നു. അല്ല ഒരു കാര്യം ചെയ്യാം, 2 പ്രാവശ്യം നമുക്ക് സ്റ്റേജിൽ കയറ്റി വിടാം. അപ്പൊ സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ ഒന്ന് മാറി സിനിമ കണ്ടു കഴിഞ്ഞപ്പോ ചെയ്യായിരുന്നു. അത് കുഴപ്പമില്ലായിരുന്നല്ലേ, ചെയ്യായിരുന്നു. അവിടെ ഇനി പറഞ്ഞു ചെയ്യണം കേട്ടോ അമ്മ. ഒരു ഓഫർ വന്നാൽ അമ്മ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. എല്ലാവരും ചോദിക്കും ആരൊക്കെ ഉണ്ട് വീട്ടിൽ. ഞാൻ പറയും എനിക്കൊരു മോളുണ്ട്. എത്ര വയസ്സാണ്? ഇപ്പൊ 65 വയസ്സാകുമ്പോ. അല്ല പക്ഷെ നല്ലതാ അല്ലേ, ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ 1-ാം ക്ലാസ്സിൽ വിട്ടുകൊടുക്ക്. അതാണ് അമ്മയുടെ ക്യാരക്ടർ, അതാണ്. അമ്മയെ പിടിച്ചിരുത്തണ്ട, അമ്മ സ്മാർട്ടായിട്ട് ഓടി നടക്കട്ടെ, അതല്ലേ നല്ല. ഞാനാണേലും ബ്രദറാണേലും ചേട്ടനും പറയാം എന്തെങ്കിലും കാണിക്കട്ടെ, ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. അപ്പൊ അമ്മ എന്താ പറയാ, അമ്മ ഫുൾ സ്വാതന്ത്ര്യത്തോടെ അമ്മയുടെ ഇഷ്ടത്തിന് അമ്മ ലൈക്ക് എ ഫ്രീ ബേർഡ് അല്ലേ. അമ്മ ഫുൾ സ്വാതന്ത്ര്യത്തോടെ ജോലി വീട്ടുപണി അതൊന്നുമല്ല, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. യാത്ര ചെയ്യലാണ് ഏറ്റവും ഇഷ്ടം. യാത്ര ചെയ്യണം ഭയങ്കര ഇഷ്ടം. പിന്നെ ഇടയ്ക്ക് ഈ ബാൽക്കണിയിലൊക്കെ സിറ്റൗട്ടിലൊക്കെ പോയി റോഡിലൊക്കെ നോക്കിയിരിക്കും. ഇതൊക്കെയാണ്. ഇനി മോൾ എത്ര മേഖലയിലാ ഫേമസ് എന്നറിയോ? ആങ്കർ ആണ്, ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്, ഒത്തിരി ഇല്ലേ. അമ്മയ്ക്ക് ഏതാ മോളിൽ ഏറ്റവും ഇഷ്ടം? ആർട്ടിസ്റ്റിനെ ആണോ ഇഷ്ടം, ഡാൻസറിനെ ആണോ ഇഷ്ടം, അതോ സ്റ്റേജിൽ ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ഒരാളെയാണോ ഇഷ്ടം? സ്റ്റേജിൽ നല്ല പാട്ട് ഒന്നേ പറയാൻ പറ്റുള്ളൂ. ഒന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ 3 ഓപ്ഷൻ തന്നു. ഗാനമേളയ്ക്ക് പാടുന്നത് സ്റ്റേജിൽ. നമുക്കിപ്പോ ഒരു ബാൻഡ് ചോദിക്കാത്തൊരു സാധനമാണ് അമ്മ ഉത്തരവ്. ഇപ്പൊ കോക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒരു ടീമുണ്ട്. അത് ഈ കോക്ക് ബാൻഡിന്റെ കോമഡി പറഞ്ഞുതരാം. ഇതിനു മുൻപും ഞാൻ പാടുന്നതായിരുന്നു. പക്ഷെ ഇപ്പോഴ് ഈ അടുത്തൊരു അവാർഡ് നൈറ്റിലാണ് ഞാൻ ലക്ഷ്മി ചേച്ചി ഞങ്ങളെല്ലാവരും ഒരു ബാൻഡിന് വേണ്ടിയിട്ട് നമ്മുടെ അമ്മ അസോസിയേഷന് വേണ്ടി പാടിയപ്പോഴാണ്
ഒരുപാട് പേര് അയ്യോ കൃഷ്ണ പാടുവോ കൃഷ്ണ ഇത്ര നന്നായിട്ട് പാടുമായിരുന്നു, എന്നെ അറിയത്തില്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അപ്പൊ നമ്മുടെ ഈ ടീം പണ്ടും ഉണ്ടായിരുന്നു, ഫോം ചെയ്ത് ഉണ്ടായിരുന്നു. ആരും അറിഞ്ഞില്ല. അത് എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ആ ഓക്കെ കൃഷ്ണ പാടുമല്ലോ, ഡാൻസ് ചെയ്യും, ആ ഓക്കെ പാട്ട് പാടും, ഓക്കെ, അങ്ങനെ അതിശയൊന്നുമില്ല. അപ്പൊ ഇപ്പൊ ഈ ടീം നന്നായി അങ്ങ് വന്നു, കോക്ക് ബാൻഡ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ എനിക്ക് ഡാൻസിന്റെ പ്രോഗ്രാമിനേക്കാളും കൂടുതൽ ഗാനമേളകൾ. സ്റ്റിൽ ഒരു പാട്ടുകാരിയെ കിട്ടിയാൽ നമ്മൾ ആനീസ് കിച്ചൻ വെറുതെ വിടുന്ന ചരിത്രം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇന്നും ഉണ്ടാവത്തില്ല. കാര്യം പറഞ്ഞാൽ മനസ്സിലായല്ലോ, അപ്പൊ ഉറപ്പല്ലേ? അതിലത്ത് വേറെ സംശയം എന്തായിരിക്കുന്നത്? എനിക്ക് ചേച്ചിയെ കാണുമ്പോ പണ്ട് മുതൽ നമ്മൾ പരിചയമില്ല, എപ്പോഴും കാണുമ്പോ എനിക്ക് ചിച്ച 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 എന്നിട്ടും നീ പാടില്ലല്ലോ മാനത്തേരാ പാടി. എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. എനിക്ക് എന്തറിയോ കൃഷ്ണ, അതിനകത്ത് എനിക്കുള്ള ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ജാനകിയമ്മയുടെ വോയിസ്. എനിക്ക് സത്യം, അതെ, രവീന്ദ്ര മാഷിന്റെ മ്യൂസിക് ആണ്. ഞാൻ അത് അയ്യോ അതെ അതെ അതെ, അത് ശ്രീനേട്ടനും കമൽ സാറിനുമാണ് അതിന്റെ ഒരു ശരിക്കും നന്ദി. അത് 4 വരി പോരാ, വേറെ ഒന്ന് പാടിയേ. വേറെ ഏത് പാട്ടാ വേണ്ടേ? അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഡിമാൻഡ് ഒന്നുമില്ല, ഞങ്ങൾ പാവങ്ങൾ ജീവിച്ചു പൊക്കോട്ടെ, ഞങ്ങൾക്കൊരു പാട്ട് തന്നാ മതി. നീലാകാശത്താമരയിലയിൽ നക്ഷത്രലിപിയിൽ പവിഴ കൈനഖമുനയാൽ പ്രകൃതിയ കവിത പകർത്തി വച്ചു. അന്നതു ഞാൻ വായിച്ചു, വന്നു കണ്ടു കീഴടക്കി, എന്നെ കേളി പുഷ്പമാക്കി. ശ്രാവണ ചന്ദ്രിക പൂച്ചൂടിച്ചു, ഭൂമി കന്യക പുഞ്ചിരിച്ചു. അവളുടെ ലജ്ജയിൽ വിടരും ചൊടികളിൽ അനുരാഗ കവിത വിരിഞ്ഞു, ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു. ഞാൻ ഉണ്ടാക്കി ഭക്ഷണം തരട്ടെ, നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട്. ഇതൊരു സ്പെഷ്യലാണ്, നോർത്ത് ഇന്ത്യൻ സാധനമാണ്. പാവബജിയാണ്? പാവബജി അല്ല, വെജ് കീമ മസാല ആണ് ചെയ്തത്. കീമ ആണോന്ന് ചോദിച്ചാൽ ഇറച്ചിയും ഒന്നുമല്ല, പ്യുവർ വെജ് ആണ് കേട്ടോ. ഞാൻ പ്യുവർ വെജാ ഉണ്ടാക്കിയത്, അതിന് വേറെ ഒന്നും തരത്തില്ല. അല്ല ഞാനൊരു ചീറ്ററാ ശരിക്കും പറഞ്ഞാൽ. ഞങ്ങളുടെ വീട്ടിൽ വെക്കത്തില്ല, നോൺ വെജ് ഒന്നും വെക്കത്തില്ല പണ്ട് മുതലേ. പണ്ട് മുതലേ അച്ഛനും അമ്മയും പ്യുവർ വെജ് ആയിരുന്നു, അമ്മ ഇപ്പോഴും വെജാണ്. ഞാനും ചേട്ടനും ചേട്ടൻ ചിക്കൻ. അപ്പൊ നിങ്ങൾ കുഞ്ഞുനാട് മുതൽ ഇത് കഴിച്ചിട്ടില്ല? ഞാൻ പഠിച്ചത് ഫുൾ ക്രിസ്ത്യൻ സ്കൂളിൽ. അപ്പൊ നമ്മൾ എന്നാന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഞാൻ കഴിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അമ്മ ദൈവാനുഗ്രഹിച്ച് വഴക്ക് പറയാത്ത ഒരു അമ്മ ആയതുകൊണ്ട് പിന്നെ നീ കഴിച്ചോ പോട്ടും, നീ കഴിച്ചോ. അല്ല ഇപ്പോഴും നമ്മൾ പുറത്ത് ഹോട്ടലിലൊക്കെ കഴിക്കുമ്പോ ഒക്കെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അമ്മ കഴിക്കുന്നേ ഉള്ളൂ. ആരും കഴിക്കണേലൊന്നും ഒരു കുഴപ്പമില്ല. ഓ അത് ശരി, അമ്മയ്ക്ക് അങ്ങനെ പ്രശ്നമില്ല, ആരും കൂടെ ഇനി കഴിക്കുന്നോണ്ട്. ഞാനും ആദ്യം അങ്ങനെ കൊടുത്തിരിക്കാൻ മടിക്കില്ലാത്തറിയോ, ആദ്യമൊക്കെ ഈ പിള്ളേർ നോൺ കഴിക്കുമ്പോ ഞാൻ ഈ എന്റെ ഫുഡ് എടുത്തോണ്ട് വേറെ എവിടെയെങ്കിലും പോലും ഒരു ദിവസം ആ ഫുഡും ഞാനും കൂടെ അങ്ങ് വീണു, എടുത്തോണ്ട് പോയതാ പറഞ്ഞു. പിന്നെ ഇവരുടെ കൂടെ തന്നെ. ഇത് ശരിക്കും പാവബജി. ഞങ്ങൾ പനമ്പിളേറിലാണല്ലോ താമസിക്കുന്നത്. അപ്പൊ അവിടെ യാദവ് ബേൽപൂരി സെന്റർ എന്ന് പറഞ്ഞിട്ടൊരു അമ്മ പറയും ഞങ്ങൾക്ക് അവിടെ പറ്റൂക്കുണ്ടെന്ന്. പക്ഷെ നല്ല ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അയ്യോ ശരിക്കും നോർത്ത് ഇന്ത്യയിൽ ഈ പാവ് ബജി അതൊക്കെ നല്ലതാ, നല്ല ടേസ്റ്റ്. ചേച്ചി അവിടുത്തെ ബേൽപൂരി വെക്കണം, അടിപൊളി ടേസ്റ്റ്. ഒരു ദിവസം വീട്ടിലേക്ക് ടു ബി ഫ്രാങ്ക് എനിക്ക് ഈ ബേൽപൂരി അത്ര ഇഷ്ടമല്ലേ. അമ്മ ഉണ്ടാക്കും, പക്ഷെ എന്നാന്നറിയാമോ, അതല്ല ഞാൻ പറയുന്നത്, ഞാൻ ഈ ഒരു ടേസ്റ്റ് ഇതുവരെ എനിക്ക് 1-2 പ്രാവശ്യം ഞാൻ കഴിച്ചു. പക്ഷെ എനിക്കെന്തോ പറ്റുന്നില്ല ബേൽപൂരി. ചിലപ്പോ ഭയങ്കര പുളിയായിരിക്കും കിട്ടുന്നത്, ചിലപ്പോ ചാട്ട് ശരിയല്ല. നമ്മൾക്ക് ഇഷ്ടം അറിഞ്ഞുണ്ടാക്കിയ മതി. എനിക്ക് പഞ്ചാബി ഭയങ്കര ഇഷ്ടം, അമ്മയ്ക്ക് ഇതുപോലെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മേനെ ഞാൻ എത്ര നേരം മനസ്സിലാക്കി നോക്കും. ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, ഒരു വെജ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇതാണ് ഞാനും അമ്മമാരും തമ്മിലുള്ള ശരിയാ സത്യം. ഇത് ദൈവാനുഗ്രഹമാണ്, അല്ലാതെ ഇപ്പൊ അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒന്നുമില്ല. പക്ഷെ വന്നപ്പോ
അമ്മയുടെ മനസ്സിന് തൃപ്തിയായില്ലേ? അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം. അത് ദൈവാനുഗ്രഹം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ചേച്ചി കഴിക്കുന്നില്ലേ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. ഞാനല്ലേ ഇത് ഉണ്ടാക്കിയത്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മൾ തന്നെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുവോമേ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ സമാധാനമായിട്ടൊക്കെ അല്ലേ കഴിക്കത്തുള്ളൂ. നമുക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ? അയ്യോ ദൈവാനുഗ്രഹിച്ച് ഞാൻ അങ്ങനെ ചെയ്യത്തേ ഇല്ല. സോറി. എന്താന്ന് വെച്ചാ അതും അങ്ങനെ വിചാരിച്ചെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താ വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ എന്ന് നോക്കി ഇവർക്കൊന്നും പറ്റിയില്ല, ഇനിയിപ്പോ ഞാൻ തിന്നാം, ഞാൻ കഴിക്കാനേ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ എനിക്ക് നിറവോടെ എല്ലാവർക്കും കൊടുക്കാനാ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ നിറവ് എന്തായിരുന്നറിയോ? ഇന്ന് അമ്മ എന്റെ ഷോയിൽ വന്നതിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഈ അമ്മ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വരുവാണെങ്കിലും കഴിപ്പിച്ചിട്ടേ വിടുള്ളൂ. ഞാൻ വരാം അമ്മേ. നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ചാ. ഉറപ്പ്. ഈ പറഞ്ഞാൽ അമ്മമാരുമായിട്ട് ഞാൻ ഭയങ്കര സിംഗ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എല്ലാവരും വന്നിട്ട് അല്ല അത് കഴിക്കുക, ഇത് കഴിക്കുക, ഇത് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് ഞങ്ങളാണേലും അതെ, സമയത്ത് കഴിക്കാം. അമ്മയ്ക്കോ സ്ട്രിക്റ്റ് അല്ല എന്ന് പറഞ്ഞില്ലേ, സ്ട്രിക്റ്റ് ആണ് ഫുഡ് കഴിക്കുന്ന കാര്യത്തിലും. അതായത് കുറെ അങ്ങനെ കഴിക്കില്ല, എന്തെങ്കിലും ഒരു ഇച്ചിരി സമയത്ത് വളരെ കുറച്ച് സമയത്തിന് കഴിക്കണം എന്നുള്ളത്. ഇപ്പോഴും ഞാൻ ഉച്ചയ്ക്ക് 12:30 ആകുമ്പോ ഭക്ഷണം കഴിക്കും. പിന്നെ വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആകുമ്പോ എന്തെങ്കിലും കഴിക്കും. നേരത്തെ 12:30 ഞാൻ കഴിക്കുന്നതിന്റെ ഒരു കോമഡി പറയുകയാണെങ്കിൽ, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ലോങ് ബെൽ അടിക്കുന്നത് ഈ ലഞ്ച് ടൈമിന് 12:15 അടിക്കും. ആ സമയം നമുക്കൊരു വിശപ്പില്ലേ? അതെനിക്ക് ഇപ്പൊ ഇത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് 12:15 ഇപ്പോഴും അപ്പൊ ഇച്ചിരി പുട്ട് പഴം രാവിലത്തെ എന്തെങ്കിലും പലഹാരങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് ഒരു, ഇപ്പൊ ഷൂട്ടിനൊക്കെ ആണെങ്കിലും ചെറിയ ടിഫിൻ ബോക്സ് ഒക്കെ കാണുമല്ലോ, അപ്പൊ എന്തെങ്കിലും കഴിക്കും. ഇപ്പോഴും കഴിച്ചിരിക്കണം എനിക്ക്, അല്ലെങ്കിൽ വലിയ പാടാ. ശീലമാണ് അല്ലെ ആ സമയത്ത് ഒരു വിശപ്പ്. അതുപോലെ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോ മണി അടിക്കും. നല്ലതാ, നേരത്തെ കഴിക്കുന്ന ഒത്തിരി നല്ലതാന്നും പറയും. 7 മണിക്ക് കഴിച്ചാൽ പിന്നെ രാത്രി ഒന്നും ആരും അതാ നല്ലത്. ഡൈജഷനും ഒക്കെ നല്ലതാ, ഹെൽത്തിന് നല്ലതാ ഒത്തിരി. എനിവേ സംസാരിച്ചാലും അമ്മയോട്ട് ഇരുന്നാലും സമയം പോകത്തില്ല. സമയം പോകുന്നത് അറിയത്തൂല. പക്ഷെ എന്നാ ചെയ്യാനാ അല്ലെ, ആസ് യൂഷ്വൽ നമുക്ക് സമയമില്ല. എന്നാന്ന് പറയുന്നത് ഇച്ചിരി സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് പോയാലേ ഒക്കെ. ഞാൻ ചേച്ചിയോട് ആദ്യമേ പറഞ്ഞില്ല, ഞങ്ങളെ വെച്ചെടുക്കുകയാണെങ്കിൽ ഒരു 5-6 എപ്പിസോഡൊക്കെ ആയിരുന്നു നിർത്തേണ്ടത്. അതിൽ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അമ്മയെ വെച്ചാൽ പ്രത്യേകിച്ച്. അല്ല എന്തായാലും അമ്മയായിട്ട് ഞങ്ങൾ സ്പെഷ്യൽ ഇന്റർവ്യൂ എടുത്തോളാം. അപ്പൊ പിന്നെ അമ്മയും ഞാനുമായിട്ട് നല്ല വൈബാന്നാ പറഞ്ഞല്ലേ അമ്മേ, നമുക്കായിട്ടൊരു ഷോ അല്ലേ അമ്മ? ഓക്കെ. എനിവേ എന്തായാലും അമ്മ വളരെ സന്തോഷം അമ്മ ആനീസ് കിച്ചണിൽ വന്നതില്. താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക് യു വെരി മച്ച്. ഇനി ഒരു നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒത്തിരി വരട്ടെ. കോമഡിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക. കാരണം ഇപ്പൊ ഫീമെയിൽസ് കോമഡി ഒത്തിരി ചെയ്യുന്നില്ല ആരും. ഒത്തിരി ക്യാരക്ടേഴ്സും ഉണ്ടാവട്ടെ. പക്ഷെ കാറ്റഗറൈസ്ഡ് ആവാതെ ഇരുന്നിട്ട് എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യാൻ സാധിക്കട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അമ്മ. താങ്ക് യു. ഒരുപാട് വിശേഷങ്ങളും എന്താ പറയാ പലതരം വിഭവങ്ങളുമാണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വന്നു ചേരുന്നത്. ഇനിയും ഒരുപാട് വിഭവങ്ങളും അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിലത് ഗുഡ് ബൈ.